ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇന്നത്തെ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴവും അല്ലെങ്കിൽ നേന്ത്രപ്പഴവും ബൂസ്റ്റും വെച്ചിട്ടുള്ള ബോളുകളാണ്. അത് 3 നേന്ത്രപ്പഴമുണ്ട്. ചെറിയ നേന്ത്രപ്പഴമാണ്, 3 ഉണ്ട്. അത് ഞാൻ തൊണ്ട് കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ടതാണ് അടിച്ചെടുക്കാനായിട്ട്. അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ പഴമാണ്. ഇവിടെ വാഴ കൃഷിയൊക്കെ ഉള്ളതാണ്. വലിയ കായകളൊക്കെ കൊടുത്ത് കാശ് മേടിക്കും. ചെറുതാവുമ്പോൾ ചെറിയതുകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക. അതിനകത്ത് ഉള്ളതാണ് സ്വർണ്ണമുഖി എന്ന് പറഞ്ഞൊരു ഏത്തക്കായ. അതിനകത്തേക്ക് ഞാൻ ബൂസ്റ്റ് ഇടാൻ 2 സ്പൂണ് ബൂസ്റ്റ്. നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ. അതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാര അത്ര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഇടാണ്. 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് മതി. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക. പഴവും ബൂസ്റ്റും പഞ്ചസാരയും കൂടിയുള്ളത് അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിനകത്തേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തതാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കണത് മൈദയാണ്. ഇതിനകത്തേക്ക് ഈ പഴത്തിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പഴത്തിൻ്റെ വെള്ളാംശം കൊണ്ട് ഇത്രയും ലൂസിൽ കിട്ടിയേക്കണതാണ്. അതിനകത്തേക്ക് ഞാൻ പൊടി കുറേശ്ശെ ഇടാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ പഴം വേണ്ടതിരിക്കുന്നുണ്ട്. പഴം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. മോശമുള്ള കായകളൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. മോശമുള്ള കായകൾ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം കൂട്ടാൻ, പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചോളൂ. ഞാനിപ്പോൾ 1 കപ്പ് പൊടിയും ഇടാണ്. പൊടി കുറച്ചും കൂടി വേണം കേട്ടോ. ഞാൻ കുറച്ച് പൊടിയും കൂടി തിക്കാവണം. പൊടി 1 കപ്പ് പൊടി തികഞ്ഞില്ല, കുറച്ച് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനത് കുറച്ച് ആവശ്യത്തിന് ഇതാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ.
മൂന്ന് ഇടത്തരം പഴം. ഞാനിതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ. പഴത്തിൻ്റെ ഇതുകൊണ്ട് മാത്രം മിക്സാക്കിയാണതാണ് പൊടിയിട്ട്. ഞാൻ കുറച്ച് തേങ്ങ നെയ്യിൽ വറുത്തേക്കണതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. നിങ്ങൾ തേങ്ങ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇങ്ങനെ കൊത്തി എരിഞ്ഞ് പച്ചക്ക് ഇടുകയോ വറുത്തിടുകയോ തേങ്ങ ചിരകിയിട്ട് പച്ചക്കിടുകയോ തേങ്ങ ചിരകിയിട്ട് നെയ്യിൽ വറുത്തിടുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൊത്തിയിട്ട് നെയ്യിൽ വറുത്തിട്ടേക്കണതാണ്. ഇതൊന്നും പച്ചക്കാണ് ഇടണമെങ്കിൽ നിങ്ങൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നെയ്യൊക്കെ ഒന്ന് തുടച്ചെടുക്കണത്, വറുത്ത പാത്രത്തിൽ. ഇതിനകത്തേക്ക് ഈ ബൂസ്റ്റ് ഇട്ടേക്കണത് കൊണ്ട് പിന്നെ ഏലക്കായയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ബൂസ്റ്റ് ഇട്ടേക്കണതല്ലേ, ബൂസ്റ്റിന് നല്ല ടേസ്റ്റും ഫ്ലേവറും ഉള്ളതല്ലേ. അതുകൊണ്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ആണെങ്കിൽ ഏലക്കായ ഇട്ട് ചെയ്യാം. മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലത്തെ ചെറിയ ബോൾസായിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. വലുതല്ല, ചെറുതായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈയൊന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഇതുപോലത്തെ ബോൾസുകളാക്കിയാണ് കേട്ടോ. ഏത്തപ്പഴവും ബൂസ്റ്റും കൊണ്ടുള്ള ബോൾസ്. ഇത് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ പാത്രം ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ കൊടുക്കും. ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇത് ചൂടായിട്ടുണ്ട്, ഓയിൽ ചൂടായിട്ടുണ്ട്.
ബോൾസ് ഓരോന്ന് ഇട്ട് കൊടുക്കണം. ഇതൊട്ടും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. പഴവും മൈദ ആയതുകൊണ്ട് വേഗം ചുട്ടെടുക്കണം. വെളിച്ചെണ്ണ എല്ലാത്തിലും മുങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഇത്തിരി ഓയിൽ ഇങ്ങനെ മേളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാവും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് നല്ല മഴയാണ്. ബോൾസുകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ തന്നെ മൊബൈൽ പിടിക്കുന്നത് ആയതുകൊണ്ട് നീങ്ങി പോവുക. മറിച്ചിടാൻ നേരത്ത് മറയ്ക്കുമ്പോൾ മൊബൈൽ നീങ്ങിപ്പോവും. സ്വർണ്ണമുഖി ഏത്തപ്പഴത്തിൻ്റെ ബോൾസുകൾ ബൂസ്റ്റ് ചേർത്തിട്ടുള്ള ബോൾസുകൾ കണ്ട അടിപൊളിയായില്ലേ. നമുക്ക് നല്ലോണം പൊങ്ങിയും വന്നിട്ടുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യുക, ഒട്ടും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. മൈദയും പഴമായതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്.